അതിനകത്ത് ബോണറ്റ്, ഫെൻഡർ, ബമ്പർ, ഹെഡ്ലൈറ്റ്, ഗ്രില്ല് എല്ലാം ഫോഗ് ലാമ്പ് അടക്കം എല്ലാം കംപ്ലീറ്റ് സാധനങ്ങൾ മാറ്റിയിട്ട് നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഒരു BMW കൺവേർട്ട് ചെയ്ത് പുതിയ മോഡലിലോട്ടാക്കാൻ ഏകദേശം മെറ്റീരിയൽ കോസ്റ്റ് ഒക്കെ എന്താവും? അപ്പോൾ ഈ ഒരു പ്രൈസിലൊക്കെ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും പ്രൈസ് കുറഞ്ഞ കിറ്റ്സ് ഇവിടുന്ന് സ്വന്തമാക്കാൻ പറ്റുമെന്ന് തോന്നുന്നല്ലോ. അതെ, അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, നമുക്ക് ഓൾ ഓവർ ഇന്ത്യ ബെസ്റ്റ് റേറ്റ് തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊതുവെ ഒരു ഇന്നോവക്കാരന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചാകരയാണ്. അതെ, നമുക്ക് ഏത് ബഡ്ജറ്റിലുള്ള സാധനം വേണമെങ്കിലും കൊടുക്കും. ഒറിജിനൽ പറഞ്ഞ ഏകദേശം 14,000 രൂപയുണ്ട്. ആ സെയിം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ 6,500 രൂപയ്ക്ക്. ഇത് വരുന്നത് അതെ, ഇത് കമ്പനി ഏതാണ്ട് 1 lakh മുകളിലാണ് പുതിയ ഹെഡ്ലൈറ്റ് വരുന്നത്. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 25 തരാം. അപ്പോൾ നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പിൽ നിന്നുള്ള കൊട്ടേഷൻ മൊത്തം എടുക്കുക. അതിനുശേഷം നമ്മളെ അപ്രോച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് കിട്ടുന്ന ബെസ്റ്റ് റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണെന്നുള്ളത് മനസ്സിലാവും. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ള വണ്ടികൾ ഇന്നോവാസ് ആണ്. 10 ലക്ഷം കിലോമീറ്ററും 15 ലക്ഷം കിലോമീറ്ററൊക്കെ ഓടിയ ഇന്നോവാസ് ഇഷ്ടം പോലെ നമ്മൾ കാണാറുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ 10 lakhs കിലോമീറ്റർ ഓടിയ ഇന്നോവയുടെ യൂസർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രയും കിലോമീറ്റർ എഞ്ചിനൊക്കെ നിൽക്കും ടൊയോട്ടയുടെയാണ്. പക്ഷേ ബോഡി പാർട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥയൊക്കെ വെച്ചിട്ട് ബോഡി പാർട്സിനൊക്കെ മങ്ങലും ഫെയ്ഡൊക്കെ വരാനും സാധ്യതയുണ്ട് ഹെഡ്ലൈറ്റ്സിനൊക്കെ. സോ അതൊക്കെ ഒന്ന് പുതിയതാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്ഥലത്തോട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഏറ്റവും പ്രത്യേകത, ഇവർ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്താണ് പാർട്സ് എല്ലാം സപ്ലൈ ചെയ്യുന്നത്, ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ ചൈന, തൈവാൻ, ഇന്തോനേഷ്യ, മലേഷ്യ പോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് ഡയറക്റ്റ് കണ്ടെയ്നേഴ്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്. സോ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ബോഡി കിറ്റ്സും പാർട്സും എല്ലാം അവൈലബിൾ ആയിട്ട് കിട്ടും. ഇതിലേറ്റവും അട്രാക്ഷൻ, ഇതിൽ ഓരോ പാർട്സും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ പറ്റും. ഹെഡ്ലൈറ്റ്സ് സെപ്പറേറ്റ്, മിറേഴ്സ് സെപ്പറേറ്റ്. അതും ഷോറൂമിൽ നിന്നൊക്കെ കിട്ടുന്നതിൻ്റെ പ്രൈസിൻ്റെ പാതിയിൽ താഴെയാണ് ഇവർക്ക് ഡയറക്റ്റ് കിട്ടുന്നത്. സോ വർക്കിന് വന്നിട്ടുള്ളതും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും വർക്ക് കഴിഞ്ഞതുമായിട്ടുള്ള പല ഇന്നോവാസിലെയും ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുന്നതായിരിക്കും. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് രാജ ഓട്ടോമൊബൈൽസ് തൊടുപുഴയിലാണ്. ശാന്തനു ചേട്ടൻ, രാജ ഓട്ടോമൊബൈൽസിൻ്റെ ഓണർ. അപ്പം നമ്മൾ നേരത്തെ ഇന്നോവ കാണിച്ചിട്ടില്ല, നമ്മൾ ഫോർച്യൂണേഴ്സിന്റെ വീഡിയോസിലാണ് കാണിച്ചിട്ടുള്ളത് അല്ലേ? കാണിച്ചേക്കുന്നത്. അപ്പൊ അന്നൊന്നും ഇന്നോവ കാണിച്ചിട്ടില്ല. അത് ഇന്നോവ ഇപ്പോഴാണ് ഇന്നോവയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അല്ല, ഇന്നോവ പണ്ട് മുതലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വണ്ടി ഇന്നോവയായിരുന്നു. ഓക്കെ. ഏറ്റവും കൂടുതൽ ഇപ്പൊ നമുക്ക് വർക്കുള്ളതും പാർട്സ് പോകുന്നത് ഇന്നോവയുടെയാണ്. റെഡിലി അവൈലബിൾ ആണ് ഇതൊക്കെ, എല്ലാ സാധനവും റെഡി അവൈലബിൾ ആണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മുടെ പുറകിൽ 2 ഇന്നോവാസേ കിടപ്പുള്ളൂ. ന്യൂ ഷേപ്പ് ആക്കിയ ഒരു വണ്ടിയുണ്ട്, ന്യൂ ഷേപ്പ് ആക്കാനുള്ള വണ്ടി കിടപ്പുണ്ട്. എന്തൊക്കെ ഇന്നോവയുടെ പാർട്സ് എന്തൊക്കെ അവൈലബിൾ ആണ്? ഇന്നോവയ്ക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും, നോർമൽ ആക്സസറീസും ബോഡി കിറ്റ്സും ബോഡി പാർട്സും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ ഒന്ന് നോക്കിയാലോ? അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ ഇതാണ് ഗരാജ്. നമ്മൾ ഉള്ളിലോട്ട് കയറുകയാണ്. ഇത്രയും സ്പേഷ്യസ് ആയിട്ട് നമുക്ക് വണ്ടികളെല്ലാം ഇട്ട് വർക്ക് ചെയ്യാനുള്ള ഗരാജ് ആണ് ഇവിടെ അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് ആദ്യം ഇന്നോവയുടെ കിറ്റ്സ് ഒക്കെ ഒന്ന് കാണിക്കാം. ഇന്നോവയുടെ കിറ്റ്സ് ഏതൊക്കെയാണ് അവൈലബിൾ കണ്ടോ, റെഡിയാക്കി അടുക്കി ഇട്ടിട്ടുണ്ട്. സോ ഇത്രയും പാർട്സ് കിടക്കുന്നത് എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരുമോ? ഇത് ബേസിക്കലി ഇന്നോവ ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ, അതായത് ടൈപ്പ് 1 വണ്ടി ടൈപ്പ് 4 ആക്കാനുള്ള പാർട്സ് ആയിരുന്നു. പല കോമ്പിനേഷനിലുള്ള പാർട്സ് ഉണ്ട്, കൂടിയതുണ്ട് കുറഞ്ഞതുണ്ട്. നമുക്ക് ബേസിക് ആയിട്ട് വരുന്നത് വെച്ചാൽ ഞങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് ബമ്പർ, ബോണറ്റ്, ഫെൻഡർ, ഹെഡ്ലൈറ്റുകൾ 3 ടൈപ്പ്, നോർമൽ ടൈപ്പ് ഹെഡ്ലൈറ്റ് 3 ബ്രാൻഡ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നോർമൽ ടൈപ്പ് LED ടെയിൽ ലൈറ്റ് ഉണ്ട്. പിന്നെ പറഞ്ഞ മെട്രിക്സ് ടൈപ്പ് LED ടെയിൽ ലൈറ്റ് ഉണ്ട്. പിന്നെ ബോഡി കിറ്റുകൾ, ഇതൊക്കെ സ്കേർട്ടിങ്സ് ആണ്. ഒരു 3 മോഡല് ബാക്ക് സ്കേർട്ട് ഉണ്ട്, ഫ്രണ്ട് സ്കേർട്ട് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ തന്നെ ഡിസൈൻ, നമ്മൾ പ്രൊഡക്ഷൻ ഇതൊക്കെയാണല്ലേ? അതെ, ഇതാണ് ബോഡി കിറ്റാണ് നമുക്ക് പ്രൊഡക്ഷൻ. ബാക്കിയെല്ലാം ഇമ്പോർട്ടഡ് പാർട്സ് ആണ്. ഇമ്പോർട്ടഡ് ആണ്. അപ്പം ഈ ഹെഡ്ലൈറ്റ്സ് ഒക്കെ ഇമ്പോർട്ടഡ് ആണ്. ഹെഡ്ലൈറ്റ് ഇമ്പോർട്ടഡും ഉണ്ട്, ഇന്ത്യൻ മെയ്ഡും ഉണ്ട്. അപ്പം ഇവർ കസ്റ്റമർക്ക് ഹെഡ്ലൈറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ മാത്രമായിട്ട് കൊടുക്കാം. സോ ഇന്നോവയുടെ ഒരു ഹെഡ്ലൈറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് പ്രൈസിനാണ്? ഇന്നോവയുടെ ഒരു ഹെഡ്ലൈറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞാൽ 2,000 രൂപ, 2,000 rupees. 2,000 രൂപയ്ക്ക് ഇന്നോവയുടെ ഹെഡ്ലൈറ്റ് കിട്ടും. അതെ. കൊറിയർ ഓപ്ഷൻ ഉണ്ടോ? കൊറിയർ ഉണ്ട്. ഇവിടെ വന്നാലും ചെയ്ത് കൊടുക്കും? അതെ, ഡയറക്റ്റ് നമുക്ക് വന്നാൽ ഹാൻഡ് ഓവർ ചെയ്യാം. അതല്ല അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ പാർസൽ അയച്ചു കൊടുക്കും. ഓക്കെ. സോ ഒരു പ്രോപ്പർ OEM അല്ലെങ്കിൽ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള വേറെ പാർട്സ് ഒക്കെ എല്ലാം ഉണ്ടല്ലോ? എല്ലാം ഉണ്ട്. നമുക്ക് ലൈറ്റിന്റെ കേസ് വന്നു കഴിഞ്ഞാൽ 1 year വാറണ്ടി ഉള്ള ലൈറ്റും ഉണ്ട്, വാറണ്ടി ഇല്ലാത്ത ലൈറ്റും ഉണ്ട്. 2,000 rupees ലൈറ്റ് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലൈറ്റ് ആണ്. അതിന് വാറണ്ടി ഉണ്ടാവില്ല. പക്ഷെ കുഴപ്പമില്ല, ആൾക്കാർ യൂസ് ചെയ്തിട്ട് കംപ്ലൈന്റ് ഒന്നും പറയാത്തൊരു പ്രൊഡക്റ്റാണ്. പിന്നെ വരുന്ന വാറണ്ടി ഉള്ള ലൈറ്റുകളുണ്ട്. പിന്നെ നമുക്ക് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഇത് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വിത്ത് വാറണ്ടിയും വിത്തൗട്ട് വാറണ്ടിയിലും വരുന്നുണ്ട്. അതുപോലെ അലോയ് വീൽസ് ഇരിക്കുന്നു. ഇത് ഇന്നോവ ഏറ്റവും ടോപ്പ് സെറ്റിന്റെ അലോയ് വീലാണ്. ഇതൊക്കെ പറഞ്ഞ മാർക്കറ്റിൽ എപ്പോഴും കിട്ടുന്ന റേറ്റും അല്ല. ഇതെല്ലാം ഇന്തോനേഷ്യൻ മേക്ക് ആണ്. ഇന്തോനേഷ്യൻ മേക്ക് എന്ന് പറഞ്ഞാൽ ടൊയോട്ടയുടെ OE സ്പെക്ക് വരുന്ന അലോയ്യ. അതുപോലെ ഗ്രിൽസ് ഒക്കെ പല ടൈപ്സ് ഉണ്ട്. അതെ, ഇത് വരുന്നത് ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക് വരുന്ന ഗ്രില്ലാണ്.
അപ്പം നമ്മൾ ബമ്പറിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് സ്റ്റോക്ക് വരുന്ന ഗ്രില്ലാണ്. പിന്നെ വരുന്നത് ഡിക്കിയിൽ വരുന്ന ഗാർണിഷ്, ബ്ലാക്കിൽ LED വരുന്ന ഗാർണിഷ് ഉണ്ട്, ഫുൾ ക്രോം വരുന്ന ഗാർണിഷ് ഉണ്ട്, പിന്നെ വരുന്നത് സ്പോയിലർ ഉണ്ട്. അപ്പോൾ പൊതുവെ ഒരു ഇന്നോവക്കാരന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചാകരയാണ്. അതെ, നമുക്ക് ഏത് ബഡ്ജറ്റിലുള്ള സാധനം വേണമെങ്കിലും കൊടുക്കാം. ഏത് ബഡ്ജറ്റുള്ള. അപ്പം ഓക്കെ. അപ്പം മറ്റുള്ളിടത്ത് ഈ വിലക്ക് കിട്ടത്തില്ലെന്ന് എന്താ ഉറപ്പ്? അതിപ്പോൾ നമ്മൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു കിറ്റ് വേണമെങ്കിലും പാർട്സ് വേണമെങ്കിലും നിങ്ങൾ പുറത്തുനിന്ന് ഒരു കൊട്ടേഷൻ എടുക്കുക. അപ്പോൾ എന്തായാലും മാർക്കറ്റിൽ ഒരുപാട് ഷോപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പിൽ നിന്നുള്ള കൊട്ടേഷൻ മൊത്തം എടുക്കുക. അതിനുശേഷം നമ്മളെ അപ്രോച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് കിട്ടുന്ന ബെസ്റ്റ് റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണെന്നുള്ളത് മനസ്സിലാവും. അതാണ് ഉറപ്പ്. അതെ അതെ. ഓക്കെ. സോ ഇത്രയും പ്രൈസ് കുറച്ച് കിട്ടാനുള്ള കാരണമാണ് നമ്മൾ ആദ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഡയറക്റ്റ് ഇമ്പോർട്ടിംഗ്. അതായത് ഇമ്പോർട്ടഡ് പാർട്സ് മൊത്തം നമ്മൾ ഡയറക്റ്റ് ഡീലിംഗ് ആണ്. ബാക്കി അപ്പോൾ അതിലൊക്കെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കോമ്പറ്റീറ്റീവ് റേറ്റിൽ നമുക്ക് മാർക്കറ്റിൽ പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത്രയും പാർട്സ് ആണ് നിലവിൽ ഇന്നോവയുടെ അവൈലബിൾ ആയിട്ടുള്ളത്, ബോഡി പാർട്സ് മാത്രം അല്ലേ? പിന്നെ ഓൾറെഡി ഇന്നോവാസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന ഇന്നോവാസ് ആണ് ഇതൊക്കെ. അവിടെ ഇന്നോവാസ് വർക്ക് കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അവിടെ വരിയായിട്ട് ഇവിടെ വേറെ വണ്ടികൾ കിടക്കുന്നു. ഇതിപ്പോൾ വർക്ക് ചെയ്യാനുള്ള വണ്ടിയാണ്. ഇത് ഓൾറെഡി നമ്മളിപ്പോൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഇത് രണ്ടെണ്ണം. ഓക്കെ. അപ്പോൾ ഈ ബ്ലാക്ക് പാർട്സ് ആണോ വരുന്നത്? പുതിയ പാർട്സ് എല്ലാം വരുന്നത് ബ്ലാക്ക് ഫിനിഷിലാണ്. ഓക്കെ, ബ്ലാക്ക് ഫിനിഷിലാണ്. അത് പെയിന്റ് ചെയ്ത് കൊടുക്കുമോ? നമുക്ക് പെയിന്റ് അടിച്ച് കൊടുക്കാം. പെയിന്റ് അടിക്കാത്ത സെറ്റ് ചെയ്യേണ്ടവർക്ക് സെറ്റ് ചെയ്ത് മാത്രം കൊടുക്കുകയും ചെയ്യാം. ഓക്കെ. സോ ഇത് വേറെ വർക്ക് സ്പേസ് ആണ്. ഇതിപ്പോൾ ഇന്ന് രാവിലെ വന്ന വണ്ടിയാണ്. ഇതിപ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റ് പാർട്സ്, ഇത് കസ്റ്റമർ പുറത്താണ് പെയിന്റ് അടിക്കുന്നത്. നമ്മൾ കംപ്ലീറ്റ് പാർട്സ് എല്ലാം ഫിറ്റിംഗ്സ് എല്ലാം ഓൾമോസ്റ്റ് തീർന്നു. ഫ്രണ്ട് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ബമ്പർ മാറ്റി, ബോണറ്റ് മാറ്റി. അതെ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബ്ലാക്ക് കളറിൽ കാണുന്ന കംപ്ലീറ്റ് പാർട്സുകളും ഇപ്പോൾ നമ്മൾ മാറിയിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു വണ്ടി ഫുള്ള് വർക്ക് ചെയ്ത് ഓൾമോസ്റ്റ് തീർന്നു. ഇപ്പോൾ ബോണറ്റ്, ഫെൻഡർ, ഹെഡ്ലൈറ്റ്, ബമ്പർ എല്ലാം സെറ്റ് ചെയ്തു. ഈ ഗ്രില്ല് പഴയതാട്ടോ, പഴയത് വെച്ചാൽ സെറ്റ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ പുതിയ ഗ്രില്ല് വയ്ക്കുള്ളൂ. ഓക്കെ. സോ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച്. അതെ, അപ്പോൾ ഈ കസ്റ്റമർക്ക് ബ്ലാക്ക് ഗ്രില്ലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്കേർട്ടിങ് ഫിക്സ് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ ബാക്കിൽ ബാക്ക് സ്കേർട്ട് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് വേറെ കളർ. ഇത് ഫൈബർ മെറ്റീരിയലാണ്. ഇതിപ്പോൾ ഫിക്സ് ചെയ്ത് പെയിന്റ് അടിക്കുമ്പോൾ രണ്ടും കൂടി ഒരേ കളറായി വരും. ഓക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വണ്ടി രാവിലെ വന്നു, വൈകിട്ട് ബോഡി പാർട്ടെല്ലാം ഫിറ്റ് ചെയ്ത് കൊണ്ടുപോകാം. അതെ അതെ, രാവിലെ 10 മണിക്ക് വന്നു, വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് പണി തീർത്ത് കൊടുക്കും. പെയിന്റിംഗ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് സമയം എടുക്കും. അതെ, ഇതിപ്പോൾ നമ്മൾ മാറുന്ന പീസ് മാത്രം ഞങ്ങൾ പെയിന്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 വീക്ക് 7 ഡേയ്സ് വേണം. ഇനിയിപ്പോൾ അത് ഫുൾ ബോഡി അടിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 25+ ഡേയ്സ് വേണം. ഒരു ഏകദേശം ഒരു മാസമെങ്കിലും കണക്കാക്കി വേണം ഫുൾ ബോഡി അടിക്കാൻ. ബാക്കി വർക്കുകളെല്ലാം സെറ്റ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു 10 മണിക്ക് വണ്ടി വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്കും ഈ രീതിയിൽ ഇപ്പോൾ സമയത്തായി നമ്മൾ ഏകദേശം ഒരു 5 മണി ആവുന്നു. 5 മണിക്ക് എല്ലാ പണിയും തീർന്നു. 15 മിനിറ്റുള്ള ഈ വണ്ടിയായിരുന്നു. ഓക്കെ, പെയിന്റിംഗ് ബൂത്ത് സെപ്പറേറ്റ് ഉണ്ട്. സോ നമ്മൾ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഒരു ഫോർച്യൂണർ കിടക്കുന്നത്. ഇതൊരു ആക്സിഡന്റ് വണ്ടിയാണ് അല്ലേ? എന്താ ആക്സിഡന്റ് വണ്ടി എടുത്തു കഴിഞ്ഞാൽ സാധാരണ ആക്സിഡന്റ് ആയ വണ്ടികൾ ഷോറൂമിൽ കൊടുത്താലല്ല ക്ലെയിം ഒക്കെ കിട്ടുള്ളൂ. അതെങ്ങനെ ഇവിടെ വന്നു? ഇത് മേജർ ആക്സിഡന്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ. ഇത് ചേസ്മെന്റും എല്ലാം പറ്റി മേജർ ആക്സിഡന്റ്. ഓക്കെ. ഷോറൂമിൽ മാത്രമല്ല, നമുക്ക് പുറത്തും ക്ലെയിം ചെയ്തിരിക്കും. അതെങ്ങനെ ഇവിടെ ക്ലെയിം വാല്യുവേറ്റർ ഇവിടെ വരുമോ? എല്ലാം വരും. ക്ലെയിം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വാല്യുവേഷൻ കാര്യങ്ങളെല്ലാം വന്നാൽ പിന്നെ ഇത് പഴയ വണ്ടിയാണെങ്കിൽ ഇതൊരു 10 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ ഡിപ്രീസിയേഷൻ വാല്യൂ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് കസ്റ്റമർക്ക് അത്രയും കുറയുമെന്നുള്ളതേ ഉള്ളൂ. അതെ അതെ, സെഷൻ കുറയും. പക്ഷേ ബാക്കി എല്ലാ ക്ലെയിം പ്രോപ്പർ ആയിട്ടുള്ള ക്ലെയിം കാര്യങ്ങളെല്ലാം എല്ലാം കിട്ടും. സോ ക്ലെയിം ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും അല്ലേ? കണ്ടോ, എയർ ബാഗ് ഒക്കെ പൊട്ടി ഓപ്പൺ ആയി ഒന്നുണ്ട്. സോ എയർ ബാഗ് ഒക്കെ റീസെറ്റ് ചെയ്യുമോ? എയർ ബാഗ് എല്ലാം ചെയ്യും. അതിന്റെ 2 എയർ ബാഗ് പോയ വണ്ടിയാണ്. നമ്മളിത് പണി ചെയ്യുമ്പോഴത്തേക്ക് 2 എയർ ബാഗ് ഫിക്സ് ചെയ്ത് ഇതിന്റെ എയർ ബാഗ് മൊഡ്യൂൾ റീപ്രോഗ്രാം ചെയ്ത് പക്കാ വർക്കിംഗ് കണ്ടീഷൻ ആവും. ഓക്കെ. അതപ്പോൾ ഷോറൂമിൽ കൊടുക്കുന്നത് ഇവിടെ തരുന്നതുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഭയങ്കര വ്യത്യാസം. ഷോറൂമിൽ ആകുന്നതിന്റെ ഒരു 25% പോലും നമുക്ക് ആവില്ല. പിന്നെ വണ്ടി തീർന്ന് കിടപ്പുണ്ട്. അവിടെ ഇന്നോവാസ് മാത്രമല്ല അല്ലേ? അതെ അതെ. നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് പോയിട്ട് അവിടെ ഏതൊക്കെ വണ്ടിയുണ്ടെന്ന് കാണിച്ചാലോ? ഓക്കെ. സോ നമ്മൾ ഗോഡൌണിലേക്ക് വന്നു. ഗോഡൌണിൽ വന്നപ്പം ഇന്നോവാസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത്. പക്ഷേ കുറച്ച് ലക്ഷറി പ്രീമിയം കാർസ് ഒക്കെയാണ് ഇവിടെ കിടക്കുന്നത്. BMW 3 Series കിടക്കുന്നത് അല്ലേ? ഇത് ഈ കിടക്കുന്നത് ഓൾറെഡി ഉള്ള 2012 മോഡൽ വണ്ടി. ആ കിടക്കുന്നത് 2012 മോഡൽ വണ്ടി തന്നെ. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ ആ വ്യത്യാസം മനസ്സിലാവും. കിറ്റ് ഫുള്ളായിട്ട് മാറ്റിയിട്ടാണ് ആ ഒരു മോഡൽ ഉള്ളത്. അതായത് 2000 പുതിയ മോഡൽ, ലേറ്റസ്റ്റ് മോഡൽ 2023 ഷേപ്പാണ് വരുന്നത്. 23 ഷേപ്പാണ് വരുന്നത്. ഓക്കെ. സോ പ്രീമിയം കാർസ് എല്ലാം ചെയ്യാറുണ്ടോ? എങ്ങനെയാണ്? പ്രീമിയം വണ്ടികളുടെ എല്ലാം ബോഡി കിറ്റ് നമുക്കുണ്ട്. അതായത് BMW, ബെൻസ്, ലാൻഡ് റോവർ, ഔഡി എല്ലാത്തിൻ്റെയും നമുക്ക് ഫേസ് ലിഫ്റ്റ് കിറ്റ് കൊടുക്കാം. അത് ശരി. അപ്പം ഇന്നോവ ടൊയോട്ടോസ് മാത്രമല്ല,
ടൊയോട്ടയെ സംബന്ധിച്ച് ടൊയോട്ട, ഹോണ്ട, ബോക്സോൺ എല്ലാം നമുക്ക് റെഡി സ്റ്റോക്കാണ് എല്ലാം ഇരിക്കുന്നത്. ഈ പ്രീമിയം വണ്ടീനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കിറ്റും ഈ ലൈറ്റ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 4 മാസം കൂടുമ്പോൾ ഇതിൻ്റെ മോഡൽ മാറിക്കൊണ്ടിരിക്കും. ചെറിയ ചെറിയ വേരിയേഷൻസ് വരും. ഇപ്പം BMW തന്നെ ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് G20 എന്ന് പറഞ്ഞ കിറ്റാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ M Sport കിറ്റ് വരുന്നുണ്ട്. അപ്പം കസ്റ്റമർക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാ കിറ്റും വരുന്നത് ചൈനയിലാണ്. അപ്പം നമുക്ക് ഇപ്പം നമ്മുടെ കൺസൈൻമെൻറ്റ് നമ്മുടെ ഈ ബോഡി പാർട്സ് വരുന്ന കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിറ്റ് നമുക്കൊരു 10 to 30 ഡേയ്സിനുള്ളിൽ നമുക്ക് സാധനം വരുത്തിച്ചു കൊടുക്കാം. ഒരാൾ മാത്രമേ വന്നുള്ളൂ ഇന്ന മോഡൽ വേണമെന്ന് പറഞ്ഞാൽ അതും വരുത്തിക്കും. അത് വരുത്തിക്കാം. അത് ഏറ്റവും കൂടുതൽ അത് വരുന്നത് ഈ പ്രീമിയം ഈ റേഞ്ച് റോവർ വണ്ടികൾക്കാണ്. അപ്പം അതിൽ നമുക്ക് ഈ വോഗിൻ്റെ ഒക്കെ ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കസ്റ്റമർക്ക് അറിയാം ഏത് സ്പെസിഫിക് ആയിട്ട് വേണം എന്നുള്ളത്. അപ്പം അത് പറയണത് അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണതായിരിക്കില്ല കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്. അപ്പം കസ്റ്റമർ പറയുന്ന സാധനം നമുക്ക് അത് വരുമ്പോഴാണ് താമസം വരുന്നത്. എത്ര നാൾ താമസം വരും? നമുക്ക് മാക്സിമം ഒരു 15 to 30 ഡേയ്സ് നമുക്ക് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് സാധനം കൊടുക്കാം. അപ്പോൾ ആ ഒരു ഡേറ്റ് കിട്ടി കഴിഞ്ഞാൽ ആ ഡേറ്റിന് അവർ വന്നു കഴിഞ്ഞാൽ അതെ അപ്ഗ്രേഡിങ് ചെയ്യാം. അതെ. അപ്പോൾ നമുക്ക് ആദ്യം ഏത് മോഡലാണ് വേണ്ടത്. ഇപ്പം ചില വണ്ടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട് കംപ്ലീറ്റ് മാറുന്നത് കിട്ടും. അതായത് ഇപ്പോൾ ഈ വണ്ടീനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോണറ്റ്, ഫെൻഡർ, ബമ്പർ, ഹെഡ്ലൈറ്റ് എല്ലാം മാറിയെങ്കിലാണ് ആ ഒരു ഷേപ്പിൽ നിന്ന് ഈ ഷേപ്പിലോട്ട് മാറാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ 5 സീരീസ് വണ്ടിക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റും ബമ്പർ മാത്രമായിട്ട് മാറാനുള്ള കിറ്റ് വരുന്നുണ്ട്. ബമ്പർ മാത്രമായിട്ട് മാറാനുള്ള, അതായത് അതൊരു മിനിമൽ ആയിട്ടുള്ള M Sport കിറ്റാണ് വരുന്നത്. അപ്പം അത് വരുമ്പോഴത്തേക്കും ബോണറ്റ് മാറത്തില്ല, ബമ്പറും ഗ്രില്ലും മാത്രമേ മാറുള്ളൂ. പിന്നെ ശരിക്കും നമ്മൾ അടുത്തൊരു വണ്ടി ഞാൻ കാണിച്ചു തരാം. അത് ചെയ്തിട്ടേക്കുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണറ്റും ഫെൻഡറും ബമ്പറും എല്ലാം മാറിയിട്ട് ഫുള്ള് 2024 ഷേപ്പിലോട്ട് മാറിയൊരു വണ്ടി. മാറ്റിയ 5 സീരീസ്. അങ്ങനെയാണെങ്കിൽ ഈ പഴയ 3 സീരീസ് മാറ്റിയിട്ട് നമുക്ക് 5 സീരീസ് ആയിട്ടാണ്. ഇങ്ങനെ പഴയ 3 സീരീസ് മാറ്റി 5 സീരീസ് നമ്മൾ ആ സ്ഥാനത്ത് കൊണ്ടിട്ടു. 5 സീരീസും കൺവേർട്ട് ചെയ്യാറുണ്ട്. ഇത് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ വണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ കൺവേർട്ട് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? സോ അതിന്റെ പെയിന്റിംഗ് വർക്ക്സ് ഒക്കെ ചെയ്ത് കൊടുക്കും. എങ്ങനെയാണ് ഇതിന്റെ ടൈമിംഗ് ഡിപ്പെൻസ് ഇതിന്റെ പെയിന്റിംഗ് അനുസരിച്ചാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ 2 വണ്ടി ഫുൾ ബോഡി പെയിന്റ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഫുൾ ബോഡി പെയിന്റിംഗ് വന്നാൽ എന്തായാലും മിനിമം നമുക്കൊരു 1 മന്ത് വേണ്ടി വരും വണ്ടി പെയിന്റ് അടിക്കാനുള്ള താമസം. നമുക്ക് കൺവേർഷൻ ചെയ്യാനുള്ള താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 5 സീരീസ് നമുക്ക് ജസ്റ്റ് കൺവേർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ഡേയ്സ് കൊണ്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. ഏത് ബോണറ്റ്, ഫെൻഡർ, ബമ്പർ, ലൈറ്റുകളെല്ലാം മാറി 3 ഡേയ്സ് കൊണ്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ കൂടുതലും കിറ്റിന്റെ സപ്ലൈയും ഈ കൺവേർഷൻ ചെയ്ത് കൊടുക്കുക ചെയ്തത്. കസ്റ്റമർ പെയിന്റിംഗ് മിക്കവാറും പുറത്തായിരിക്കും ചെയ്യുന്നത്. നമ്മൾ വളരെ കുറച്ച് വണ്ടികളെ പെയിന്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കും. ആവശ്യമുണ്ടെങ്കിൽ പെയിന്റിംഗ് ചെയ്ത് കൊടുക്കും. ഈ കിടക്കുന്ന 2 ഫുൾ ബോഡി പെയിന്റിംഗ് ചെയ്തതാ. ഈ 2 വണ്ടിയും കളർ ചേഞ്ചാണ്. ഇത് വൈറ്റ് ആയിരുന്നു, പക്ഷേ ഇതിനെ ഫുൾ ബോഡി കളർ ചേഞ്ച് ചെയ്ത് ടോപ്പ് എല്ലാം ബ്ലാക്ക് അടിച്ചു. ഈ വന്നിരിക്കുന്ന വണ്ടി ബ്ലാക്ക് ആയിരുന്നു. അപ്പം ഇതിനെ നമ്മൾ ഈ ഒരു ബ്ലൂയിലോട്ട് ഫുൾ കളർ പെയിന്റ് അടിച്ചിട്ട് ഏകദേശം 1 വർഷമായെന്ന് പറഞ്ഞു മുമ്പ് അല്ലേ? ഇതൊരു 1 വർഷമായി. നല്ല ഫിനിഷിംഗ് ഉള്ള പെയിന്റിംഗ് ആണ്. അപ്പോൾ പെയിന്റിംഗ് ബൂത്ത് ഒക്കെ വേറെ സെപ്പറേറ്റ് ഉണ്ട്. എല്ലാം ഉണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ഏരിയയിൽ കണ്ട പോലെ ബ്ലാക്ക് കളേഴ്സിലാണ് എല്ലാം വരുന്നത് അല്ലേ? ഫെൻഡേഴ്സ്, പാർട്സ് ഒക്കെ. ബോഡി പാർട്സ് എല്ലാം വരുന്നത് ബ്ലാക്ക് ഫിനിഷിംഗ്. അത് പെയിന്റ് അല്ല, അത് ശരിക്കും പ്രൈമർ കോട്ട് ചെയ്ത് വരുന്ന. എന്നിട്ട് നമ്മൾ പെയിന്റ് ചെയ്ത്. അപ്പം എത്ര നാളെടുക്കും ഒരു പെയിന്റിംഗ് ചെയ്ത് ഇറക്കാൻ വേണ്ടിയിട്ട്? ഒരു ഫുൾ ബോഡി ഒരു വണ്ടി ചെയ്ത് ഇറക്കാനായിട്ട് നമുക്കൊരു മിനിമം 30 ഡേയ്സ് വേണം. അതായത് 30 ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പാരലായിട്ട് വേറെ വണ്ടികളുണ്ടാണല്ലോ. ഒരു വണ്ടിയുടെ വർക്ക്, ഒരു പ്രൊജക്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 30 ഡേയ്സ് ആണ് നമ്മൾ പറയുന്നത്. അത് മാക്സിമം ഒരു 30-35 നമുക്ക് വണ്ടി ഇറക്കി വിടാം ഫുൾ ബോഡി പെയിന്റിങ്ങിന്. അതേസമയം നമ്മൾ മാറുന്ന പീസ് മാത്രം പെയിന്റിംഗ് ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇന്നോവ ആണെങ്കിലും ഫോർച്യൂണർ ആണെങ്കിലും BM ആണെങ്കിലും നമുക്കൊരു 10 ദിവസം കൊണ്ട് വണ്ടി ഇറക്കി കൊടുക്കാം. ഈ 10 ദിവസം എന്ന് പറയുന്നത് 30 ഡേയ്സ് എന്ന് പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് പുതിയ പീസ് പെയിന്റ് അടിക്കുന്നത് ഫാസ്റ്റ് ആയിട്ട് തീരും. അതേസമയം പഴയ പീസിൽ പുട്ടിവർക്കും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ടൈം എടുക്കുന്നത്. സോ ഈ പെയിന്റിംഗും പരിപാടി ഒന്നും ഇല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് പാർട്സ് മാറ്റി. ഒരു ടൊയോട്ട വണ്ടികളെല്ലാം ഒരു ദിവസം കൊണ്ടും. BM ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇലക്ട്രിക്കൽ, ഇപ്പോൾ ഇതിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലതൊക്കെ പ്രോഗ്രാം ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്ലഗ് ആൻഡ് പ്ലേ ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊരു 3 ഡേയ്സ്, മാക്സിമം 3 ഡേയ്സിനുള്ളിൽ വണ്ടി നമുക്ക് കൺവേർഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ 2 BMWസും വർക്ക് കഴിഞ്ഞ് കിടക്കുന്നതാണ്, കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എക്സ്ട്രാ വർക്ക്സ്? ഇത് 5 സീരീസ് F10 ആയിരുന്നു വണ്ടി. ഈ F10നെ നമ്മൾ G30 ആയിട്ട് കൺവേർട്ട് ചെയ്തേക്കും. G30 മോഡൽ ചെയ്യുമ്പോൾ പഴയ വണ്ടിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് മാറിയേക്കുന്നത് ബോണറ്റ്, ഫെൻഡർ 2 ഫ്രണ്ട് ബമ്പർ, ഹെഡ്ലൈറ്റ്, ഗ്രില്ല്, ബാക്കിൽ ബമ്പർ, ടെയിൽ ലാമ്പ്, ഇത്ര സാധനങ്ങൾ അതിനകത്ത് മാറിയേക്കുന്നത്. നമ്മൾ നോർമലി ഒരു ഇന്നോവ കൺവേർട്ട് ചെയ്യുന്ന അത്രയും സാധനങ്ങൾ അതിൽ വരുന്നത്. അപ്പം ഈ പഴയ F10 നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് G30 ആയിട്ടാണ്. G30 അല്ലാണ്ട് ഒരു M Sport ഇൻസ്പയർഡ് കിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് ഈ ബോണറ്റും ഫെൻഡറും ഹെഡ്ലൈറ്റും മാറാതെ വലിയ കോസ്റ്റ് വരത്തില്ല. ജസ്റ്റ് ബമ്പർ മാത്രം മാറി, ബമ്പറും ഗ്രില്ലും മാറി നമുക്ക് ഏകദേശം ഈ ലുക്കിലോട്ടാക്കി എടുക്കാം. പക്ഷേ ഹെഡ്ലൈറ്റ് മാറാത്തത് കൊണ്ട് നമുക്ക് അതിനൊരു പക്ക ഈ ഒരു ലുക്ക് വരുന്നില്ല. ഈ ഹെഡ്ലൈറ്റ് ആണ് ഇതിന്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. അപ്പം ഈ രീതിയിൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ വരും.
സെയിം കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ G20. ഇത് ശരിക്കും വണ്ടി 3 സീരീസ് ആണ്, F30 വണ്ടി. ഈ F30 നമ്മൾ G20 കൺവേർട്ട് ചെയ്തേക്കുന്നത്. ഈ രണ്ട് ഹെഡ്ലൈറ്റ് നോക്കിയാൽ ഏകദേശം സെയിം ലുക്കിൽ വരുന്ന ലേറ്റസ്റ്റ് മോഡൽ. അതെ അതെ അതെ, ഹെഡ്ലൈറ്റ് മാറി ചെയ്തെങ്കിൽ മാത്രമേ വൃത്തിയാവുള്ളൂ. ഏത് ലോഗോ ഏത് ഗ്രില്ല് ബമ്പർ ഏത് മോഡൽ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കിട്ടും, എല്ലാം മാറി കിട്ടും. അപ്പോൾ ഒരു BMW കൺവേർട്ട് ചെയ്ത് പുതിയ മോഡലിലോട്ടാക്കാൻ ഏകദേശം മെറ്റീരിയൽ കോസ്റ്റ് ഒക്കെ എന്താവും? പ്രൈസ് നമുക്ക് ഇപ്പോൾ ഈ മോഡൽ കിറ്റിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 175 മുതലാണ് വരുന്നത്. 175. പിന്നെ ഇതിൻ്റെ M-Sport ഇൻസ്പയർഡ് കിറ്റ് വരുന്നുണ്ട്. അത് വരുമ്പോൾ ഹെഡ്ലൈറ്റ് മാറത്തില്ല. ഈ മോഡലിൽ വരുന്ന ബമ്പറും ഈ മോഡൽ ടൈപ്പ് ഗ്രില്ലും ബോണറ്റൊക്കെ പഴയത് തന്നെ വെച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് വരുമ്പോൾ ഏകദേശം ഒരു 85,000 കിട്ടും. ഓ അത് ശരി, വീട്ടിൽ കിട്ടും. പക്ഷേ 85,000 നമുക്കൊരു പെർഫെക്ഷൻ വരുന്നത് ഹെഡ്ലൈറ്റ് എല്ലാം മാറി ഫുൾ കിറ്റ് കയറ്റുമ്പോഴായിരിക്കും ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഈ ഇതിനൊക്കെ വാറണ്ടീസ് ഒക്കെ ഉണ്ടാവുമല്ലോ? എല്ലാ സാധനവും വാറണ്ടി ഉള്ളതാണ്. വാറണ്ടി ഉള്ള മെറ്റീരിയലും ഉണ്ട്, വാറണ്ടി ഇല്ലാത്തതുണ്ട്. ഇതിനകത്ത് കൂടുതൽ ഈ ലൈറ്റുകൾക്കാണ് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ നല്ല വെണ്ടർമാരുടെ ലൈറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് വാറണ്ടി തരും. സോ നമുക്ക് മേടിക്കാനൊന്നുമില്ല. അപ്പോൾ കസ്റ്റമർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ലൈറ്റ് സംബന്ധമായിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. അതെ. പിന്നെ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കിറ്റ് നമ്മളിപ്പോൾ ഒരു കസ്റ്റമർക്ക് ഒരു കിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, ഏതെങ്കിലും ഒരു ലൈറ്റോ ഫെൻഡറോ ബമ്പറോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പാർട്ട് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റും. മെജോറിറ്റി ഇപ്പം ഈ കൺവേർഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും കിറ്റായിട്ട് വരുത്തിയെടുത്ത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു തട്ടി ബമ്പർ മാത്രം പോയി, അത് മാത്രമായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ കയ്യിലെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇത് ഡീൽ ചെയ്തേക്കുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയൊരു ഇപ്പം ലെജൻഡർ കിറ്റ് ലെക്സസ് കിറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് ടൊയോട്ടയുടെ വണ്ടികളുടെ എടുത്തു കഴിഞ്ഞാലും ചെറിയ തട്ടുമുട്ട് സംഭവിച്ച ഒരു ചെറിയ പാർട്ട് പോയി കഴിഞ്ഞാലും നമ്മുടെ കയ്യിലെല്ലാം റെഡി സ്റ്റോക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഗുണമുള്ള ഒരു കാര്യമായിരിക്കും. കാരണം ചെറിയൊരു പാട്ട് മാറണമെങ്കിൽ ബാക്കി എല്ലാം കൂടെ ഉള്ളടത്തുനിന്ന് മാറാൻ പറ്റുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ പാട്ട് സെപ്പറേറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സെപ്പറേറ്റ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടി ഇത് ക്ലാരിഫൈ ചെയ്യാം. ഞങ്ങൾ വർക്ക് ചെയ്തേക്കണ വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആ പാർട്ടി ഞങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും കിറ്റിനകത്ത് എടുത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ലെജൻഡർ കഴിഞ്ഞ വർഷം ഒരു ലെജൻഡർ വണ്ടി ചെയ്ത് വിട്ടായിരുന്നു. അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ അവരൊരു പെട്ടെന്നൊരു ഓട്ടോറിക്ഷ തട്ടിയിട്ട് ഹെഡ്ലൈറ്റ് ഒരെണ്ണം മാത്രം പൊട്ടിക്കുക. അപ്പോൾ ശരിക്കും ഹെഡ്ലൈറ്റ് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം കിറ്റ് പോലെ ഇരിപ്പുണ്ട്, കിറ്റ് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെ ഒരു ചെയ്തേക്കണ കസ്റ്റമർ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു പൈസ ആയിട്ട് കൊടുക്കും. അടുത്ത തവണ ഞാനത് സ്റ്റോക്കിലോട്ട് അത് ആഡ് ചെയ്യും. പക്ഷേ ഈ പ്രീമിയം വണ്ടിയുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബമ്പർ ഗ്രില്ല് ഇപ്പോൾ ഈ കാണുന്ന ഒരു ഗ്രില്ലുണ്ടല്ലോ, അതുപോലെ ഈ ബമ്പറിൻ്റെ സെൻറ്ററിൽ വരുന്നൊരു ഗ്രില്ലുണ്ട്. അപ്പോൾ അത് മാത്രമായിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഈവൻ കമ്പനിയിൽ ഓർഡർ ചെയ്താൽ നല്ല റേറ്റ് ആവും. ഈ കിറ്റ് അല്ലാതെ കിറ്റ് ചെയ്യുന്നവരുടെ അടുത്ത് ഇത് മാത്രമായിട്ടൊന്നും പീസ് ഉണ്ടാവില്ല. അപ്പം നമ്മളോട് പറഞ്ഞാൽ അത് കിട്ടാൻ പറ്റും. നമ്മുടെ കയ്യിൽ കിറ്റ് ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ ആ പീസ് മാത്രമായിട്ട് നമ്മുടെ കസ്റ്റമർ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ സാധനം കൊടുക്കും. അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വരുത്തി കൊടുക്കുക. അതുപോലെ നമ്മൾ ഈ ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റ് വെക്കുമ്പോൾ ലൈറ്റ് നമുക്ക് കൂടിയതും കുറഞ്ഞതും വരുന്നുണ്ട്. അപ്പോൾ ചില ലൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ DRL കംപ്ലൈൻറ്റ് കാണിക്കാറുണ്ട്. അപ്പോൾ DRL കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് റിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. റിപ്പയർ ചെയ്യാം. ഇതിന് മാത്രമല്ല, മീൻസ് പുതിയ കാറുകൾക്കും വെള്ളം കയറലും മിസ്റ്റ് പിടിച്ചും അതുപോലെ ഇപ്പോൾ പുറത്തുനിന്ന് മേടിച്ച ലൈറ്റ് ആണെങ്കിൽ പോലും കംപ്ലൈൻറ്റ് ആണെങ്കിൽ നമുക്കത് റിപ്പയർ ചെയ്ത് കൊടുക്കാം. അല്ല, ഈ പറഞ്ഞ കാര്യം ഇപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ്സിന് മാത്രമല്ലോ, കമ്പനി ഹെഡ്ലൈറ്റിനും വരുന്നുണ്ട്. ആഫ്റ്റർ മാർക്കറ്റിനല്ല, കമ്പനി ഹെഡ്ലൈറ്റ് വരുന്നതിനകത്തും ഇത് ആക്ച്വലി ഇതിൻ്റെ DRL എന്ന് പറയുന്ന ഒരു ഫ്ലൂറസൻ ലൈറ്റാണ്, ഫ്ലൂറസൻ വൈറ്റാണ് വരുന്നത്. ആ വൈറ്റ് മാറിയിട്ട് യെല്ലോ ഷെയ്ഡ് കയറി വരും. യെല്ലോ ഷെയ്ഡ് കയറി വരുന്നത് അതിൻ്റെ ആ DRL ഫിറ്റ് ചെയ്തേക്കുന്ന സ്ഥലത്ത് ഉരുകി അതിൻ്റെ കളർ മാറിപ്പോകുന്നു. കമ്പനി സ്റ്റോക്ക് വരുന്ന ലൈറ്റുകൾക്ക് ഒരുപാട് ആ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് റെഡിയാക്കി റിപ്പയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഓൾറെഡി ചെയ്ത കസ്റ്റമർ അല്ലെങ്കിൽ പോലും അത് നമുക്ക് ചെയ്യാം. അതിപ്പം ഇതിപ്പോൾ BM മാത്രമല്ല, പ്രീമിയം വണ്ടികൾക്ക് എല്ലാത്തിലും ഈ DRL കംപ്ലൈൻറ്റ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റ് അല്ല, സ്റ്റോക്ക് ലൈറ്റിനും DRL കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പം കുറേ സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്കൊന്ന് കണ്ട് ചില ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സിൻ്റെ ഒക്കെ പ്രൈസ് കൂടെ നമുക്കൊന്ന് ചോദിക്കണം. അല്ലേ, പറയാം, നോക്കിയിട്ട് വരാം. സോ നമ്മൾ അന്ന് കാണിച്ച ഗോഡൗണിന്റെ ഉള്ളിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പുതിയ കുറച്ച് പ്രോഡക്ട്സ് കൂടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്, അതൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം. ഷാൻജിയുടെ എന്തൊക്കെയാണ് പുതിയ കുറച്ച് പ്രോഡക്ട്സ് കാണിക്കാനുണ്ടല്ലോ, എന്തൊക്കെയാണത്? ഇത് നമുക്ക് പ്രീമിയം ക്വാളിറ്റി മിറേഴ്സ് ആണ്. ഉണ്ട്, ഫോർച്യൂണർ പഴയ മുറിലും പുതിയ മുറിലും എല്ലാത്തിന്റെയും മിറർ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇന്നോവയുടെ മിററാണ്. ഇത് ഇന്നോവയ്ക്ക് വരുന്ന ടൈപ്പ് 4ന്റെ മിററാണ്. നമുക്ക് ഇത്രയും നാൾ ഇന്ത്യൻ മെയ്ഡ് മിറർ ആയിരുന്നു അവൈലബിൾ ആയിരുന്നുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒറിജിനൽ ടൊയോട്ടയുടെ ക്വാളിറ്റി വരുന്ന ഇമ്പോർട്ടഡ് മിററാണ്. അപ്പോൾ ഇതിന്റെ ഈ ഇൻസുലേഷനും സൗണ്ട് ഇൻസുലേഷനും ഇതിന്റെ മിററിന്റെ കവറും ഇൻഡിക്കേറ്റർ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്. പവേർഡ് ആണ്, പവേർഡ് ആണല്ലോ. പവർ ഫോൾഡിംഗ് അല്ല, പവേർഡ് മിറർ ആണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിററാണ്. ഇൻഡിക്കേറ്ററും ഉണ്ട്. പിന്നെ വരുന്ന കവർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പിയാനോ ബ്ലാക്ക് കോട്ട് ചെയ്താൽ നല്ല ക്വാളിറ്റി. അപ്പോൾ ഈ ഇന്നോവയുടെ ഒക്കെ മിറേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച്, അതായത് ഈ ഒരു മിറർ വരുമ്പോഴത്തേക്കും ഒരു പീസിന് 6,500 രൂപ. നമുക്ക് ഇന്ത്യൻ മെയ്ഡ് മിറർ അവൈലബിൾ ആണ്. 1,800 രൂപയ്ക്ക് ഈ സെയിം ഇന്ത്യൻ മിറർ അവൈലബിൾ ആണ്. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് കിടന്ന് പരക്കും.
അതേസമയം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊയോട്ടയുടെ ക്വാളിറ്റി, ടൊയോട്ടയുടെ ഒറിജിനൽ മിറർ ഏകദേശം 14,000 രൂപയുണ്ട്. ആ സെയിം ക്വാളിറ്റി മിററാണ് 6,500 രൂപയ്ക്ക്. പാതി വിലക്ക് കിട്ടും. അതെ, പകുതി താഴെ വിലയുള്ളൂ. ഇനി ക്രിസ്റ്റയുടെ മിറേഴ്സ് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സും ഉണ്ടോ? ഉണ്ട്. ക്രിസ്റ്റയ്ക്ക് വരുന്ന എല്ലാം ഓട്ടോ ഫോൾഡിംഗ്, ക്രിസ്റ്റ ഫോർച്യൂണർ എല്ലാം വരുന്നത് ഓട്ടോ ഫോൾഡിംഗ് മിറർ. ഓക്കെ. ഇത് വന്നേക്കുന്നത് ക്രിസ്റ്റയുടെ ഓട്ടോ ഫോൾഡിംഗ് ക്രോം ഫിനിഷ് ടോപ്പ് മോഡലിന്റെ മിറർ. അത് ഇതിന് പെഡൽ ലൈറ്റ് ഉണ്ട്, ക്രോം കവറാണ്, ഇൻഡിക്കേറ്റർ ഉണ്ട്, പിന്നെ പവർ ഫോൾഡിംഗ് ആണ്, പവർ അഡ്ജസ്റ്റബിൾ ആണ്. ഇത് കമ്പനി വരുന്ന അതേ സ്പെക്കില് ആ സെയിം ക്വാളിറ്റി ഉള്ള മിറർ. ഇതിനെന്ത് പ്രൈസ് വരും? ഇത് വരുമ്പോഴത്തേക്കും 7,500 രൂപ. അത്രേ ഉള്ളൂ. ഓക്കെ. ഇതിന് വാറന്റിയും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്? അതിന് പറഞ്ഞു ഇതൊരു കംപ്ലൈന്റ് വരത്തില്ല. നമ്മൾ ഓൾറെഡി ഒരു 6 മാസം ടെസ്റ്റ് അടിച്ചിട്ട് ബൾക്ക് ഇറക്കിയേക്കുന്ന. ഓ ശരി. അത് മുമ്പേ പറയുന്നത് കേട്ടോ, അതായത് എന്തെങ്കിലും കസ്റ്റമർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് എല്ലാം നമ്മൾ സാമ്പിൾ ഒന്ന് വെച്ച് നോക്കി യൂസ് ചെയ്ത്, അതായത് ഒരു 6 മന്ത്സ് ട്രയൽ നോക്കി കഴിഞ്ഞിട്ട് ഇത് ബൾക്ക് ഇറക്കുള്ളൂ. ഇതിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കാര്യമില്ല. നല്ല പക്ക ക്വാളിറ്റി ആണെന്ന് ഉറപ്പാക്കി ഇപ്പൊ മിററും അതുപോലെ ബോഡി പാർട്സും ബമ്പറും കാര്യങ്ങളൊക്കെ അതിന്റെ ഫിറ്റിംഗ് എല്ലാം പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ 2-ാം മാസം ഇറക്കുള്ളൂ. ഓക്കെ. നമ്മളിപ്പോ ഓൾറെഡി വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1.5 വർഷം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, പിന്നെ ഒരു വീഡിയോ ചെയ്തു. അപ്പൊ ഈ ഓൺലൈനിൽ എല്ലാ വീഡിയോസും ഉള്ള സ്ഥിതിക്ക് അതിന് ഓൺലൈനിൽ ഏറ്റവും പ്രശ്നം വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ലോ ക്വാളിറ്റി സാധനം ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ പേര് മൊത്തം പോകും. അതായത് ഞാൻ ഇന്നോവ കൺവേർഷൻ കിറ്റ് കൊടുത്തോണ്ടിരുന്ന സമയത്ത് ഇന്ത്യൻ മെയ്ഡ് മിറർ ആയിരുന്നു കൊടുത്തിട്ട്. അപ്പം ഇന്ത്യൻ മെയ്ഡ് മിറർ മാത്രം ഇത്തിരി ക്വാളിറ്റി കുറവാണ്. അപ്പം ആ ഒരു ക്വാളിറ്റി കുറവ് ബാക്കി എല്ലാ പാർട്സിലോട്ടും കസ്റ്റമർ വിചാരിക്കും എല്ലാം ക്വാളിറ്റി കുറഞ്ഞാണ്. മിറർ ഇപ്പൊ ഈ വന്നേക്കുന്ന മിറർ എന്ന് പറഞ്ഞാൽ ടൊയോട്ടയുടെ അതേ ക്വാളിറ്റി ഒറിജിനൽ ക്വാളിറ്റി ഉള്ള സാധനം. ഇത് വന്നേക്കുന്നത് ഫോർച്യൂണർ ടൈപ്പ് 2 മിറർ. ടൈപ്പ് 2 പവർ ഫോൾഡിങ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം, ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇതും ആ കമ്പനിയുടെ അതേ സ്പെക് ആണ്. ഇതൊക്കെ എന്ത് പ്രൈസ്? ആ റേഞ്ച് ഒക്കെ തന്നെ ഈ ഒരു മിറർ വരുമ്പോഴത്തേക്കും 7,500. ഇപ്പൊ ഒരു 7,500 രൂപ. അപ്പൊ കമ്പനിയിൽ എന്ത് പ്രൈസ് വരുമായിരിക്കും? ടൊയോട്ടയിൽ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 18,000 രൂപ ഉള്ളവരാ. ഫോർച്യൂണറിന്റെ പാർട്സ് കവർ ഇല്ലാണ്ടാ വരുന്നത്. കവർ സെപ്പറേറ്റ് പാർട്ട് നമ്പരാ. ബാക്കിയുള്ള സാധനത്തിൽ കവറിന് സെപ്പറേറ്റ് പൈസ. ഇതിപ്പോ പറഞ്ഞാൽ ഫുൾ അസംബ്ലി കവറുണ്ട്, മിറർ അസംബ്ലി ഉണ്ട്, ലെഗ് എല്ലാ സാധനവും. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ലെജൻഡറിന്റെ മിറർ. ഇത് ഫോർച്യൂണർ ലെജൻഡർ. ഇത് 2 ടൈപ്പിൽ വരുന്നുണ്ട്, ബ്ലാക്ക് കവറിലും വരുന്നുണ്ട്, ക്രോം കവറിലും വരുന്നുണ്ട്. ഇതിനും പെഡൽ ലൈറ്റ് ഉണ്ട്, ഇലക്ട്രിക് ഫോൾഡിംഗ് ഉണ്ട്, മിറർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്, എല്ലാ ഓപ്ഷനുള്ള മിറർ. ഇത് കമ്പനി വരുമ്പോൾ ഏകദേശം 24,000 രൂപ. ഈ മിറർ വരുമ്പോഴത്തേക്ക് നമുക്ക് 9,000 റുപ്പീസ് ഉള്ളൂ. കമ്പനി ക്വാളിറ്റി ആണിത്. കമ്പനിയായിട്ട് ഇതിനകത്ത് യാതൊരു ക്വാളിറ്റിക്കകത്ത് യാതൊരു കോംപ്രമൈസ് വാറന്റി ആണ് അല്ലേ? ഇപ്പൊ മിറേഴ്സിന്റെ പല കളക്ഷൻസ് ഇവിടെ ഉണ്ട്. സോ ഇതൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതോ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുമോ? ഇതെല്ലാം കംപ്ലീറ്റ് നമുക്ക് സപ്ലൈ ചെയ്യാം, ഷിപ്പ് ചെയ്യാം. ഇത് വരുവാണെങ്കിൽ ഡയറക്റ്റ് നോക്കി മേടിക്കാം. ഇപ്പൊ ഓരോ ക്രോം ഫിനിഷ് കവറുള്ളതും ബ്ലാക്ക് കവറുള്ളതും ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് നോക്കി മേടിക്കാം. അതെല്ലാം അവർ ഓർഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇൻസൈഡ് കേരള നമ്മൾ ഇന്ന് അയച്ചാൽ നാളെ കിട്ടും. ഒറ്റ ദിവസം ടൈം എടുക്കത്തുള്ളൂ. ബാക്കി ഔട്ട്സൈഡ് കേരളയാണെങ്കിൽ ഡിപ്പെൻസ് ഡിസ്റ്റൻസ്. അതുപോലെ തമിഴ്നാട് കർണാടക ആണെന്നുണ്ടെങ്കിൽ 2 ദിവസം. അതെല്ലാം ദൂരെ നോർത്ത് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 5 to 7 days. അപ്പൊ ഈ നോർത്ത് ഇന്ത്യയിലുള്ളവരൊക്കെ മിക്കവാറും കൂടുതൽ അവിടെ നിന്നൊക്കെ എല്ലാം ചെയ്യുന്നത്, അതോ അതിലും ലാഭത്തിലാണ് ഇവിടെ കൊടുക്കുന്നത് തോന്നുന്നല്ലേ? ഇതെല്ലാം നമ്മൾ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. ഈ ഒരു ക്വാളിറ്റി സാധനം ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ കുറവാണ്. ടൊയോട്ടയുടെ ഒറിജിനൽ അല്ലെങ്കിൽ അത് ആ സെയിം ക്വാളിറ്റി വരുന്നത് ഇപ്പൊ ഒരുപാട് മിറർ കിട്ടും. ഇപ്പൊ ഡൽഹി മേക്ക് മിററുകളൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. പക്ഷെ അതിന്റെ എല്ലാം പ്രശ്നം വണ്ടിയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഗ്ലാസ് കിടന്ന് വരയ്ക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക പെർഫെക്റ്റ് ആയിട്ട് വാറന്റി. ഇനി നമുക്ക് ഹെഡ്ലൈറ്റ്സ് കുറച്ച് കണ്ടിട്ട്. സോ ഹെഡ്ലൈറ്റ്സിന്റെ സെക്ഷനിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. സോ ഇതെല്ലാം ഹെഡ്ലൈറ്റ്സ് ആണ് ഈ റൂമിൽ ഇരിക്കുന്നത് മൊത്തം? അതെ, ഫോർച്യൂണറിന്റെ ഹെഡ്ലൈറ്റും DRL-ഉം ഹെഡ്ലൈറ്റും. ഓക്കെ, അതാണ് മൊത്തം ഇരിക്കുന്നത്. ഏതൊക്കെയാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്? ഫസ്റ്റ് നമുക്ക് ലെജൻഡറിന്റെ ഹെഡ്ലൈറ്റ് ആണ്. ലെജൻഡർ അല്ല, ഇത് സിഗ്മ. ഫോർച്യൂണർ സിഗ്മയുടെ ഹെഡ്ലൈറ്റ് ആണ്. ഇതിപ്പോ ഇറങ്ങുന്ന ഫോർച്യൂണർ 2025 ഇപ്പൊ ഇറങ്ങുന്ന വണ്ടി ഉണ്ടല്ലോ, അതിന്റെ ഹെഡ്ലൈറ്റ് വന്നിരിക്കുന്നത്. ഈ ഹെഡ്ലൈറ്റ് നേരത്തെ മാർക്കറ്റ് ഉണ്ടായിരുന്ന ലൈറ്റിന് ലൈറ്റ് പ്രോ കുറവായിരുന്നു എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ നല്ല കമ്പനി സ്പെക്കിലുള്ള ക്വാളിറ്റി ഉള്ള ലൈറ്റ് ആണ്. ഫുൾ അസംബ്ലി വരുന്നത് ഹെഡ്ലൈറ്റ്, ഫുൾ അസംബ്ലി വെല്ലാസും കാര്യങ്ങളും എല്ലാം ഇൻസൈഡ് ഉണ്ട്. ഇതിനകത്ത് നേരെ കയറ്റി ഫിറ്റ് ചെയ്താൽ മതി. ഇതിന് എന്ത് കോസ്റ്റ് വരും? ഇത് ടൊയോട്ടയുടെ ഒറിജിനൽ ഹെഡ്ലൈറ്റ് വരുമ്പോൾ ഏകദേശം ഒരു 85,000 വരും. നമുക്ക് ഈ ലൈറ്റ് വരുമ്പോഴത്തേക്ക് ഒരു 27,000 വരും. ശരി. അതെ, പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ്. ഓക്കെ. പിന്നെ വരുന്നത് ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ലെജൻഡറിന്റെ ഹെഡ്ലൈറ്റ് കാണിക്കാം. ഇത് വരുന്നത് ലെജൻഡറിന്റെ ഹെഡ്ലൈറ്റ് ആണ്. ഓക്കെ. ലെജൻഡർ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് DRL എക്സ്ട്രാ DRL വരും സിഗ്മയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ. ഇത് വരുന്നത് അതെ, ഇത് കമ്പനി ഏതാണ്ട് 1 lakh മുകളിലാണ് പുതിയ ഹെഡ്ലൈറ്റിന് വരുന്നത്. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 25,000 തരാം. അത്ര പ്രൈസ് ഡിഫറൻസിൽ കിട്ടും. അപ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് വരും, ഇത്രയും പ്രൈസ് ഡിഫറൻസിൽ എങ്ങനെ കിട്ടുന്നുള്ളത്. ശരിക്കും കമ്പനിയുടെ ടാക്സും
കാര്യങ്ങളും ഫോർച്യൂണറിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റോക്ക് മാത്രം നോക്കിയാൽ നമ്മൾ ഇത്രയും ഹ്യൂജ് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഡിസ്കൗണ്ട് ചൈനയിൽ നിന്ന് കിട്ടുന്നു, നമ്മൾ ആ ഡിസ്കൗണ്ട് കസ്റ്റമർക്ക് കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. നമുക്ക് ഒരു ലാഭം എടുക്കുന്നു, ബാക്കി ലാഭം കസ്റ്റമർ. അത് മാത്രമല്ല ഈ ഒരു ലൈറ്റ് സിംഗിൾ പീസ് വരുത്തുമ്പോൾ ആദ്യമൊക്കെ ഞാൻ വരുത്തിയപ്പോൾ 40,000 ഒക്കെ വരുന്നത്. പിന്നെ നമ്മൾ ഏകദേശം ഒരു 100 കിറ്റ് ഒക്കെ ഒരുമിച്ച് എടുത്ത് കഴിയുമ്പോഴത്തേക്കാണ് ഈ ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നത്. ഓ അത് കൊള്ളാലോ. ബൾക്ക് എടുക്കുന്നതിന്റെ ഗുണങ്ങളല്ലേ. ഓക്കെ. അപ്പോൾ ഈ കസ്റ്റമർ ഇത് വാങ്ങിക്കൊണ്ട് പോയാൽ അവർക്ക് ഏത് അക്സസറി ഷോപ്പിലും കൊണ്ട് ഫിറ്റ് ചെയ്യാനും പറ്റും. ഇതെല്ലാം ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ. ഓൾട്ടറേഷൻ ഒന്നും വേണ്ട. കമ്പനി സോക്കറ്റിലോട്ട് ഇതിന് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റ് ആവും. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ മെയിൻ സാധനം ടൊയോട്ടാസ് അല്ലെങ്കിൽ ടൊയോട്ടാസിന്റെ ഇന്നോവ അല്ലെങ്കിൽ ഇന്നോവയുടെ ക്രിസ്റ്റാസും ഉണ്ട്. നമ്മൾ ഇന്നോവാസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇത് ക്രിസ്റ്റാസ് ആണ്. ഇത് രണ്ടും ഏത് മോഡലാണ്, ഏത് മോഡലിലോട്ടാണ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്? ഈ രണ്ട് വണ്ടിയും 2017 വണ്ടിയാണ്. 2017 ടൈപ്പ് 1 ക്രിസ്റ്റ ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ടൈപ്പ് 3 ഇപ്പൊ ലേറ്റസ്റ്റ് 2025 ഷേപ്പിലോട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്തേക്കുന്നത് മാറ്റി. ഓക്കെ. അതിനകത്തൊപ്പം ഈ ബമ്പർ ഇതിനകത്ത് മാറുന്നത് വളരെ സിമ്പിളാ. ഫ്രണ്ട് ബമ്പർ, ഫ്രണ്ട് ഗ്രില്ല്, പിന്നെ ഫോഗ് ലാമ്പ്, ഇൻഡിക്കേറ്റർ, പിന്നെ ഇതിന്റെ എല്ലാം ചൈൽഡ് പാർട്ടുകൾ, ഗ്രില്ലിന്റെ ബ്രാക്കറ്റ് വരും, ഇതിന്റെ ക്രോം ഇൻസേർട്സ് വരും, പിന്നെ ഫോഗ് ലാമ്പ് കവർ, അങ്ങനെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് മാറാനുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ സംഭവങ്ങളാണ് മുമ്പേ പറഞ്ഞ പോലെ ഒറ്റ ദിവസം കൊണ്ട് വന്ന് മാറാൻ പറ്റുമോ? ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒറ്റ രാവിലെ വന്ന വൈകുന്നേരത്തേക്ക് ഫുൾ വർക്ക് ചെയ്തു പോവാം. അടിപൊളി. ബാക്കിലത്തെ ബമ്പോ കിറ്റ്സും ബാക്കിൽ നമുക്ക് ബോഡി കിറ്റ് ആവശ്യമുണ്ടെങ്കിൽ വെക്കാനേ ഉള്ളൂ. വണ്ടിക്ക് നോർമൽ വണ്ടിക്കകത്ത് ബാക്കിൽ ഫേസ് ലിഫ്റ്റിങ്ങിനകത്ത് മാറ്റമൊന്നും വന്നിട്ടില്ല. ഓക്കെ. ഓക്കെ. സോ ഇതിന് ഏകദേശം ക്രിസ്റ്റാസ് ഒക്കെ ബോഡി കിറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര കോസ്റ്റിനാന്ന് പറയാമോ? ക്രിസ്റ്റയുടെ ഈ വരുന്ന കിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 14,500. അത്ര വിലയുള്ള ക്രിസ്റ്റയുടെ കിറ്റിനൊക്കെ. പിന്നെ അത് ഇത് രണ്ടും തരത്തിലുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ബമ്പർ വരുന്നത് ഇന്ത്യൻ മെയ്ഡ് വരുന്നുണ്ട്, ഇമ്പോർട്ടഡ് വരുന്നുണ്ട്, ടൊയോട്ടയുടെ ഒറിജിനൽ വരുന്നുണ്ട്. അപ്പം മെജോറിറ്റി ഇപ്പോൾ ക്രിസ്റ്റയൊക്കെ ഫേസ് ഷിഫ്റ്റ് ചെയ്യുന്നവരുടെ ടേസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊയോട്ടയുടെ ഒറിജിനൽ ബമ്പർ തന്നെ അവരിട്ട് ചെയ്യും. അപ്പം നല്ല പെർഫെക്റ്റ്, മറ്റേതിന് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ ഒറിജിനൽ ബമ്പർ എന്ന് പറയുമ്പോഴും വലിയ വില വരുന്നില്ല. അപ്പം ഒറിജിനൽ ബമ്പറും ഇമ്പോർട്ടൻ്റ് ഗ്രില്ലിനൊക്കെ വില വരുന്നുണ്ട്. ഗ്രില്ലെല്ലാം ഒറിജിനൽ ഇടാൻ പോയി കഴിഞ്ഞാൽ ഏകദേശം 60,000 രൂപയോളം വരും. ക്രിസ്റ്റ ഇപ്പോൾ നമ്മൾ എല്ലാം ഒറിജിനൽ ഇട്ട് ചെയ്യുവാണെങ്കിൽ പാർട്സ് എല്ലാം കൂടി വരുമ്പോൾ 60,000 രൂപ വരും. ബമ്പർ, ഗ്രില്ല്, ഇൻഡിക്കേറ്റർ, മറ്റേ ഫോഗ് ലാമ്പ് എല്ലാം വരുമ്പോഴത്തേക്കും. അതേസമയം ബമ്പർ മാത്രം ടൊയോട്ടയുടെ ഒറിജിനൽ വെച്ചിട്ട് ബാക്കി സാധനങ്ങൾ ഇമ്പോർട്ട് ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കോസ്റ്റ് വരുന്നില്ല. ഒരു ഏകദേശം ഒരു 24,000 മെറ്റീരിയൽ കോസ്റ്റ്. അതെ. അതേസമയം ഇനിയും ബഡ്ജറ്റ് കുറയ്ക്കേണ്ടവർക്ക് 14,500 രൂപയ്ക്ക് ഇന്ത്യൻ മെയ്ഡ് കിറ്റും അവൈലബിൾ ആണ്. ഓക്കെ. ഏത് ബഡ്ജറ്റിലും ഏത് കിറ്റ്സും അവൈലബിൾ ആണ്. അതെ. അപ്പോൾ ഈ ഒരു പ്രൈസിലൊക്കെ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും പ്രൈസ് കുറഞ്ഞ കിറ്റ്സ് ഇവിടുന്ന് സ്വന്തമാക്കാൻ പറ്റുമെന്ന് തോന്നുന്നല്ലോ. അതെ. അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, നമുക്ക് ഓൾ ഓവർ ഇന്ത്യ ബെസ്റ്റ് റേറ്റ് തന്നെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അത് ശരി. കാര്യം നമ്മളിപ്പോൾ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന പാർട്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് റേറ്റ് നമ്മുടെ ആയിരിക്കും. ഏറ്റവും ബെസ്റ്റ് ഡയറക്റ്റ് ഇമ്പോർട്ട് ആവുകയാണ്ട് ആ ഒരു ഏറ്റവും ബെസ്റ്റ് ഇടനിലക്കാരൊന്നുമില്ല. ഡയറക്റ്റ് കമ്പനി. ചൈനയെന്നാണോ മെയിൻ വരുന്നത്? മെയിൻ ആയിട്ട് ബോഡി പാർട്സ് വരുന്നത് ചൈനയുണ്ട്, തൈവാനുണ്ട്, മലേഷ്യ ഉണ്ട്. ടൊയോട്ടയുടെ ബോഡി പാർട്സ് മെജോറിറ്റി വരുന്നത് എല്ലാം മലേഷ്യന്നാണ്. ഓക്കെ. കണ്ടെയ്നേഴ്സ് ആയിട്ട് വരുന്നുണ്ട്, ഡയറക്റ്റ് ഇങ്ങോട്ടാണ് വരുന്നത്. അതെ. സോ ഇതെല്ലാം സ്റ്റോക്ക് ചെയ്യാനുള്ള സ്ഥലവും നമ്മളെല്ലാം ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് കിട്ടും. അതെ. ഓക്കെ. അപ്പോൾ ഈ ക്രിസ്റ്റയുടെ ഹെഡ്ലൈറ്റ്സിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഈ ഹെഡ്ലൈറ്റ്സ് മാത്രം മാറ്റാൻ പറ്റുമോ ഇവിടെ? ഹെഡ്ലൈറ്റ് മാത്രമായിട്ട് മാറ്റാം. അതായത് നമുക്കിപ്പോൾ ഈ വണ്ടിയിൽ കാണുന്ന ഹെഡ്ലൈറ്റ് ടൊയോട്ടയുടെ ഒറിജിനൽ ഹെഡ്ലൈറ്റാണ്. ഓക്കെ. ഒറിജിനൽ ഹെഡ്ലൈറ്റ് ഇപ്പോൾ കമ്പനിയിലെ വില എന്ന് പറഞ്ഞാൽ ഒരു ഹെഡ്ലൈറ്റിന്റെ വില 44,000 രൂപയാണ്. അതായത് ഒരു സെറ്റ് ലൈറ്റ് വരുമ്പോഴത്തേക്ക് 88,000 രൂപ. അപ്പോൾ ബേസിക്കലി ജി മോഡല് വണ്ടിയൊക്കെ മേടിച്ചിട്ട് വിയുടെ മിസഡിന്റെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ഭയങ്കര കോസ്റ്റ് ആയി. ഇപ്പോൾ നമുക്കിപ്പോൾ ഇമ്പോർട്ടഡ് ലൈറ്റ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇമ്പോർട്ടഡ് ലൈറ്റ് വെച്ചിരിക്കുന്നത് ആ സെയിം സ്പെക്കിൽ വരുന്ന ഇമ്പോർട്ടഡ് ലൈറ്റ് ആണ്. ഇത് വരുമ്പോഴത്തേക്കും ഒരു ഹെഡ്ലൈറ്റിന്റെ വില എന്ന് പറഞ്ഞാൽ 22,500 വരുന്നുള്ളൂ. അതായത് 44,000 രൂപ വരുന്ന ഒറിജിനലിന്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യാതൊരു മാറ്റവും ഫിനിഷിങ്ങിനകത്തില്ല. 22,500 ഒരു ലൈറ്റ്. ഇതിനിപ്പം എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇവിടോട്ട് കൊണ്ടുവന്നാൽ മതിയോ? ഇത് കംപ്ലീറ്റ് വാറന്റി ഉള്ള സാധനങ്ങളാണ്. എല്ലാം അണ്ടർ വാറന്റി, ഒന്നും പേടിക്കണ്ട. ഓക്കെ. സോ ആ ഒരു കാര്യത്തിലും പേടി വേണ്ട. അപ്പം പിന്നെ ക്രിസ്റ്റയ്ക്ക് എന്തൊക്കെയാണ് എക്സ്ട്രാ പാർട്സ് ഒക്കെ വരുന്നത്? എക്സ്ട്രാ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത് ഇത് ടൈപ്പ് 3 ഷേപ്പാണ്. നമുക്ക് ടൈപ്പ് 2 ഷേപ്പിലോട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്യാം, 2022 ഷേപ്പിലോട്ട്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ടിൽ സ്കേട്ടിങ് ചെയ്യാം. പിന്നെ ക്രിസ്റ്റയ്ക്ക് സൈഡ് സ്കേട്ടിങ് കൊടുക്കാം. ബാക്കിൽ സ്കേട്ടിങ് വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ LED ടെയിൽ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ മിറർ ഇലക്ട്രിക് ഫോൾഡിംഗ് ആക്കാം. ഈ വണ്ടിയുടെ മിറർ ഇലക്ട്രിക് ഫോൾഡിംഗ് ആയിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇമ്പോർട്ടഡ് മിറർ വെച്ചിട്ട് ഫോൾഡിംഗ് മിറർ സെറ്റ് ചെയ്തേക്കുന്നത്. അതൊക്കെ എന്ത് കോസ്റ്റ് വരും? അത് മാത്രം ചെയ്യണമെങ്കിൽ മിറർ മാത്രം ഫോൾഡിംഗ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി 24,000 വരുന്ന സെയിം ക്വാളിറ്റി മിറർ നമുക്ക് 9,500 രൂപയ്ക്കുണ്ട് ഫോൾഡിംഗ് മിറർ. ഓക്കെ. അപ്പം ഈ പറഞ്ഞ പാർട്സുകളൊക്കെ റെഡിലി അവൈലബിൾ ആണോ? എല്ലാം റെഡി സ്റ്റോക്ക്. ക്രിസ്റ്റയുടെ എല്ലാ സാധനവും നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട്. റെഡി സ്റ്റോക്ക് ആകാം. ഇനി ഇവിടുത്തെ മെയിൻ ആള് ഫോർച്യൂണേഴ്സിലാണ് നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങിയത്. അതെ. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നിങ്ങൾ ഫോർച്യൂണേഴ്സിന്റെ കൺവേർഷൻ മാത്രം കണ്ടിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് ജനറേഷൻ ആദ്യത്തെ ഫോർച്യൂണർ തൊട്ട് ഏത് ഫോർച്യൂണേഴ്സും ഏത് ടൈപ്പിലോട്ട് ആക്കാം അല്ലേ? സിഗ്മ ഉണ്ട്, ലെജൻഡർ ഉണ്ട്, ലെക്സസ് കിറ്റ് ചെയ്യാം, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. സോ
ഈ കിടക്കുന്നതിൽ അധികം വർക്കൊന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇത് ബേസിക് ആയിട്ട് ഒരു TRD കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതൊരു നോർമൽ വണ്ടി, ഇത് സ്റ്റോക്ക് വണ്ടിയാണ്. ഈ സ്റ്റോക്ക് വണ്ടിയിൽ നമ്മൾ ഇപ്പോൾ TRDയുടെ ഫ്രണ്ട് സ്കേർട്ടിങ് ചെയ്തേക്കുന്ന ഈ വണ്ടി. ഓക്കെ, സെയിം വണ്ടി, ഗ്രില്ലും കാര്യങ്ങളെല്ലാം സെയിം ആണ്, സ്കേർട്ടിങ് മാത്രമേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. ഇത് ചെയ്യാനുള്ള വണ്ടി, ഇതും TRD കിറ്റ്, ഈ സെയിം കിറ്റ് കയറ്റാനുള്ള വണ്ടിയാണ്. ഈ പഴയ ഫോർച്യൂണേഴ്സ് ഒക്കെ ഇപ്പോഴത്തെ നിലവിലുള്ള ലെജൻഡർ കിറ്റായിട്ടോ സിഗ്മയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ മോഡൽ വണ്ടി നമുക്ക് ലെജൻഡർ ആക്കാൻ പറ്റും, പക്ഷേ അതൊരു പെർഫെക്ഷൻ ആവത്തില്ല. കാര്യം ഇതിൻ്റെ ഇന്റീരിയറും ഡോറും ഹാൻഡിലും എല്ലാം പഴയ ഷേപ്പിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി മാറ്റുന്ന ചിലവ് നോക്കുമ്പോഴത്തേക്ക് ഒരു നല്ല ഡെല്ലി വണ്ടി വല്ലതും മേടിച്ച് ലെജൻഡർ ആക്കുന്നതാണ് അതായിരിക്കും നല്ലത്. ഒത്തിരി പഴയ ഭയങ്കര എക്സ്പെൻസീവ് അത്, ഷെല്ലും ഡോറും ഒക്കെ മാറേണ്ടി വരും. അപ്പം അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ഫ്രണ്ട് മാത്രം നമുക്ക് ലെജൻഡർ ആക്കാം, പക്ഷേ പുറകുവശം പഴയ ഷേപ്പിലിരിക്കുമ്പോൾ അതങ്ങ് ഭംഗിയാവത്തില്ല. പുറകുവശം നമുക്ക് ലെജൻഡർ ആക്കാൻ പറ്റും, പക്ഷേ അത് ഭയങ്കര എക്സ്പെൻസാണ്. ഓക്കെ. സോ ഇതിന് കിറ്റ്സ് എല്ലാം റെഡിലി അവൈലബിൾ ആണ്. അതെ, ഹെഡ്ലൈറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഹെഡ്ലൈറ്റ് ഉണ്ട്, ഇതിന്റെ നോർമൽ ഹെഡ്ലൈറ്റ് ഉണ്ട്, DRL ഹെഡ്ലൈറ്റ് ഉണ്ട്, പിന്നെ വരുന്നത് ഫോഗ് ലാമ്പ് LED വരുന്നുണ്ട്, പ്രൊജക്ടർ വരുന്നുണ്ട്, പല വേരിയന്റ് അവൈലബിൾ ആണ്. പിന്നെ ഗ്രില്ല് നമുക്ക് പല മോഡൽ വരുന്നുണ്ട്. ഇത് പ്രാഡോ ടൈപ്പ് ഗ്രില്ലാണ് വരുന്നത്. ഇതിനകത്ത് ലെക്സസ് മോഡൽ ഗ്രില്ല് വരുന്നുണ്ട്, TRD ഗ്രില്ല് വരുന്നുണ്ട്, അതെല്ലാം നമുക്കുണ്ട്. പിന്നെ വരുന്നത് വെച്ചാൽ ഈ ഒരു സ്കേർട്ടിങ് നമ്മുടെ പ്രൊഡക്ഷനാണ്, നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ സ്കേർട്ടിങ് ഇത് ഹാർലി ഡേവിഡ്സൺ ബൈക്കിന്റെ DRL അത് വെച്ചിട്ടാണ് വൈറ്റും യെല്ലോ കളറിലും ഈ ലൈറ്റ് തെളിയും. അപ്പോൾ അങ്ങനെ വരുന്നൊരു മോഡലായത്. ഇനി ഇവിടെ ഒരു സിഗ്മയുടെ ചെയ്ത് കിടപ്പുണ്ട്. അതെ, ഒരു സിഗ്മ വണ്ടി ചെയ്ത് പെയിന്റ് ഷോപ്പിൽ കിടപ്പുണ്ട്, അതിപ്പോൾ കൊണ്ടുവരാം. ഓക്കെ. ഈ കിടക്കുന്ന ഫോർച്യൂണർ ഏത് മോഡലാന്ന് പറയാമോ? ഏതാ പറഞ്ഞു? ആക്ച്വലി ഇതൊരു 2017 വണ്ടിയാണ്. നമ്മളിതിനെ 2025 ആയിട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്തതാണ്. 2025 സിഗ്മ കിറ്റ് അല്ലേ? അതെ, ഫോർച്യൂണർ സിഗ്മ കിറ്റ് ആയിട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്തു. സോ അത് ഫോർച്യൂണേഴ്സിന്റെ എല്ലാ കിറ്റ്സും ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. നോർമലി നമുക്ക് 2017 വണ്ടി ലെജൻഡർ ആയിട്ടും സിഗ്മ ആയിട്ടും ചെയ്യുന്നത്, രണ്ട് കിറ്റാ ഉള്ളത്. ഒരു വർഷം മുമ്പ് വരെ എല്ലാവർക്കും ലെജൻഡറിനായിരുന്നു ഡിമാൻഡ്. ഇപ്പൊ എല്ലാവരും സിഗ്മ ചെയ്യുന്നത്. സിഗ്മയോടാണ് താല്പര്യം. ബാക്കിലും അത് തന്നെ. ബാക്കിൽ വരുമ്പോൾ ടെയിൽ ലാമ്പിന് മാത്രമേ മാറ്റുള്ളൂ. ബാക്കിയെല്ലാം ഫ്രണ്ടിൽ വരുമ്പോൾ ഹെഡ്ലൈറ്റ്, ബമ്പർ, ഗ്രില്ല്, പിന്നെ ഇത് നമ്മൾ ഇതിന്റെ ക്രോം എലമെന്റ്സ് എല്ലാം നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ചെയ്യുമോ? അത് ഇതിപ്പോ ക്രോം എല്ലാം നമ്മൾ പിയാനോ ബ്ലാക്ക് ചെയ്തിരിക്കുന്നത്. പെയിന്റ് ബൂത്തിൽ ചെയ്യുന്നുണ്ട്. അതെ, എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഫുൾ വർക്ക് നമ്മളിപ്പോ ചെയ്ത് ഒരു 3 ദിവസം കൊണ്ട് പണി തീർത്ത വണ്ടിയത്. ശരി. ഫോർച്യൂണേഴ്സിന്റെ കിറ്റ്സ് എല്ലാം റെഡിലി അവൈലബിൾ ആണ്. അത് പെട്ടെന്ന് കിട്ടും. ഇതെല്ലാം റെഡി സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ. നമ്മൾ ഇങ്ങനെ വണ്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വണ്ടികളും സെക്ഷൻസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇന്നോവ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതായത് ഇവിടുത്തെ മെയിൻ ഏറ്റവും കൂടുതലുള്ള സ്റ്റോക്കുകളൊന്ന് അല്ലേ? അപ്പം ഇവിടെ ഒരു പഴയ ഇന്നോവ കിടപ്പുണ്ടായിരുന്നു. അതിന്റെ ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്, സൈഡിൽ കാണിക്കുന്നത്. കാരണം അതിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ ഫെയ്ഡ് ആയി, ബമ്പേഴ്സ് ഒക്കെ ഫെയ്ഡ് ആയി, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം പഴയ ഇന്നോവയൊക്കെ ലക്ഷങ്ങൾ കിലോമീറ്റർ ഓടിക്കുള്ളൂ. പക്ഷേ കിലോമീറ്റർ ഒരു കുറേ വർഷം കഴിയുമ്പോൾ ഏത് വണ്ടിയാണെങ്കിലും അതിന്റെ പാർട്സിന് മങ്ങൽ വരുമല്ലോ. അപ്പോൾ അതിനെ ഒന്ന് പുതിയതാക്കി എടുക്കാനാണ് ഇത്തരം കൺവേർഷൻസ്. അങ്ങനെ കൂടി യൂസ് ചെയ്യാം അല്ലേ? അപ്പം ഇതിൻ്റെയൊക്കെ എന്തൊക്കെ കിറ്റ്സ് അവൈലബിൾ ഉണ്ട്? ഇതിനകത്ത് ഇന്നോവ നമുക്ക് ന്യൂ ഷേപ്പ് ആക്കാനുള്ള ഏത് കോമ്പിനേഷനിലുള്ള കിറ്റും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം മാറുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇതെല്ലാം ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 2009 വണ്ടിയാണ്. അതിനകത്ത് ബോണറ്റ്, ഫെൻഡർ, ബമ്പർ, ഹെഡ്ലൈറ്റ്, ഗ്രില്ല് എല്ലാം, ഫോഗ് ലാമ്പ് അടക്കം എല്ലാം കംപ്ലീറ്റ് സാധനങ്ങൾ മാറ്റിയിട്ട് നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്തേക്കുന്നതാണ്. പിന്നെ ഈ രണ്ട് വണ്ടി തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഹെഡ്ലൈറ്റും ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വ്യത്യാസമുണ്ട്. ഇത് പ്രൊജക്ടർ ലൈറ്റ് ആണ്, ഇതിന്റെ ഫോഗ് ലാമ്പ് പ്രൊജക്ടറാണ്, ഗ്രില്ല് ആൽഫാഡ് ഗ്രില്ലാണ്. അതേസമയം ഈ വണ്ടിയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്ക് ഗ്രില്ല്, സ്റ്റോക്ക് ഹെഡ്ലൈറ്റ്, സ്റ്റോക്ക് ഫോഗ് ലാമ്പ് എല്ലാം വെച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് കോമ്പിനേഷൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ഒരു കസ്റ്റമർക്ക് ഹെഡ്ലൈറ്റ് മാത്രം പ്രൊജക്ടർ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഗ്രില്ല് മാത്രം ആൽഫാഡ് വരണമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ ഏത് രീതി വേണമെങ്കിലും നമുക്ക് കോമ്പിനേഷനിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഓരോ ഹെഡ്ലൈറ്റ്സും ഓരോന്നായിട്ട് മാറ്റാം. അതിന്റെ പ്രൈസ് നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു. അതെ. സോ ഇനി ഇത് മൊത്തത്തിൽ ഇപ്പൊ പറഞ്ഞില്ലേ, ഒരു ബേസിക് കൺവേർഷൻ ചെയ്യുന്ന പറഞ്ഞില്ല, എല്ലാം ബോണറ്റ് ഉൾപ്പെടെ എല്ലാം മാറ്റി. അപ്പോൾ ഒരു ബേസിക് ആവറേജ് എത്ര പ്രൈസ്? നോർമലി നമുക്ക് ഫ്രണ്ട് മാത്രം, അതായത് ഈ കാണുന്ന ഫ്രണ്ട് മാത്രം ന്യൂ ഷേപ്പ് ആക്കുന്ന കിറ്റ് നമുക്ക് 25,000 രൂപ മുതൽ അവൈലബിൾ ആണ്. 25,000 മുതൽ, അതായത് ബോണറ്റ്, ഫെൻഡർ, ബമ്പർ, ഹെഡ്ലൈറ്റ്, ഗ്രില്ല് എല്ലാം അടക്കം വരുമ്പോൾ 25,000 ഫ്രണ്ട് കിറ്റ് അവൈലബിൾ. ഹെഡ്ലൈറ്റ് ഉൾപ്പെടെ. അതെ. പക്ഷേ ഇതിനകത്ത് ഹെഡ്ലൈറ്റ് ക്വാളിറ്റി മാറുന്നതനുസരിച്ചും അതുപോലെ തന്നെ എന്താ പറയുക, മോഡിഫിക്കേഷൻ LED ലൈറ്റ് കയറുന്നതനുസരിച്ചും റേറ്റ് മാറും. ഇപ്പോൾ ഈ പ്രൊജക്ടർ ലൈറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് കൂടുതലായിരിക്കും. പക്ഷേ നമുക്ക് ബെസ്റ്റ് റേറ്റിൽ നമുക്ക് കിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ പാർട്സ് എല്ലാം കൊറിയർ അയച്ചു കൊടുക്കും. എല്ലാം കൊറിയർ ചെയ്തു കൊടുത്തോളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ പഴയ മോഡൽ ഇന്നോവാസ് മുതൽ ഫോർച്യൂണേഴ്സ് മുതൽ ക്രിസ്റ്റ മുതൽ BMW മുതൽ എല്ലാം നമ്മൾ കാണിച്ചു. എല്ലാം ഒരു ഫ്രെയിമിലിട്ടൊന്ന് കാണിച്ചാലോ? അപ്പോൾ ഇതൊക്കെയാണ് രാജ ഓട്ടോമൊബൈൽസിലെ വിശേഷങ്ങൾ. ഇപ്പോൾ വർക്ക് തീർന്ന കുറച്ച് വണ്ടികൾ മാത്രം അടുക്കിയിട്ടിട്ട് നമ്മളൊരു ഷോട്ട് എടുക്കുകയാണ്. സോ ഫോർച്യൂണേഴ്സ്, ഇന്നോവാസ്, ക്രിസ്റ്റാസ്, BMWs, ഏത് ലക്ഷറി ബ്രാൻഡ്സിന്റെ ആണെങ്കിലും പാർട്സ്, ബോഡി കിറ്റ് എല്ലാം നമുക്കുണ്ട്. എല്ലാം ഉണ്ട്. പാർട്സ് അവൈലബിൾ ആണ്. ഹെഡ്ലൈറ്റ്സും മിറേഴ്സും എല്ലാം അവൈലബിൾ ആണ്. ഏത് ക്വാളിറ്റീസിൽ വേണമെങ്കിൽ അവൈലബിൾ ആണ്. അതെ. സോ കോൺടാക്ട് രാജ ഓട്ടോമൊബൈൽസ് ഫോർ ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് പാർട്സ്. ഓക്കെ. അപ്പോൾ തൊടുപുഴയിലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിലാണ് ഒറ്റ ദിവസം ഡെലിവറി അവൈലബിൾ ആണ്. കേരളത്തിന് പുറത്താണെങ്കിൽ അതിനനുസരിച്ചുള്ള താമസം വരും. അപ്പോൾ കോൺടാക്ട് രാജ ഓട്ടോമൊബൈൽസ്.